ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ജൂൺ മാസത്തിൽ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഓണകാലത്തേക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ജൂൺ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകൾ, ഗ്രോ ബാഗുകൾ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിത്തുകളും വാങ്ങിക്കാം. അതേപോലെ കോംബോ വിത്തുകൾ എത്തിയിട്ടുണ്ട്. അതുപോലെ പൂക്കൾ ഓണമൊക്കെ അടുത്തുവരുമല്ലേ, അപ്പം പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്നതായ ബന്ദിയുടെ വിത്തുകൾ, അതുപോലെ തന്നെ സൂര്യകാന്തി, വാടാമല്ലി, അങ്ങനെ കുറേ വിത്തുകളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം എല്ലാ മാസത്തെയും കൃഷി വീഡിയോയിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ഈ മാസവും നമുക്ക് ഒരു 10 പച്ചക്കറി കൃഷി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓണത്തിന് നമ്മുടെ പറമ്പിലൂടെ നടന്ന് നമുക്ക് ഒരു കുട്ട നിറയെ അല്ലെങ്കിൽ ഒരു മുറം നിറയെ പച്ചക്കറി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ ഒരുങ്ങണം. അപ്പം വിത്തുകളൊക്കെ നമ്മൾ പാകുമ്പോഴുണ്ടല്ലോ, മഴവെള്ളത്തിൽ പറമ്പിലെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തടവ് എടുത്തിട്ട് അതിനകത്ത് കൊണ്ടൊന്ന് വിത്ത് പാകിയാൽ ഈ മഴവെള്ളത്തിൽ അതെല്ലാം ഉറച്ച് തറച്ചങ്ങ് പോവുകയുള്ളൂ, തറഞ്ഞങ്ങ് പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, നമ്മൾ പാകി വെക്കുക. നമ്മൾ ഒന്നിലും നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ട്രേക്കകത്തോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പാകാൻ പറ്റുന്നത്, കുഞ്ഞു കുഞ്ഞു കപ്പിനകത്തോ അങ്ങനെ ചിരട്ടയ്ക്കകത്തോ എങ്ങനെ വേണമെങ്കിലും പാകി വയ്ക്കാം. വലിയ ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെ പാകി വെക്കാമോ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത്, തറയിലാണെന്നുണ്ടെങ്കിലോ ഗ്രോ ബാഗിനകത്താണെന്നുണ്ടെങ്കിലോ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ഈ തൈകളൊക്കെ കൊണ്ടുവന്ന് പറിച്ചതിനകത്ത് നടാനായിട്ട്. അപ്പം നമ്മൾ വിത്ത് പാകിയിട്ട് നമ്മൾ മണ്ണൊക്കെ തറയൊക്കെ ഒരുക്കി ഇട്ടേക്കാന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് പരുവായിരിക്കും. ഒരു 4 പരുവാകുമ്പോഴത്തേക്ക് നമുക്കതിനെ പൊക്കിയെടുത്ത് നമുക്ക് ആ മണ്ണിനകത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്ത് നടാനായിട്ട് സാധിക്കുക. അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്, നമ്മുടെ ചൂട് കാലത്ത് ചെയ്യുന്നത് പോലെ മഴക്കാലത്ത് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള വിളവ് നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഓരോന്നും കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ പയർ കൃഷിയാണ്. പയറൊക്കെ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ നല്ല നല്ല പന്തൽ ഒക്കെ നല്ല ബലമുള്ളതായിരിക്കണം. കാരണം മഴക്കാലം ആകുമ്പോൾ കാറ്റ് മഴയത്തൊക്കെ വീണു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഉറപ്പുള്ള പന്തലൊക്കെ ആയിരിക്കണം നമ്മൾ കെട്ടി കൊടുക്കേണ്ടത്. അപ്പം അതൊക്കെ വളർന്ന് വരുന്നതിനനുസരിച്ച് ഒന്നേ നമ്മൾ പയറിന് ഒരു താങ്ങ് അടിയുന്നേ കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ മഴവെള്ളമൊക്കെ ഇങ്ങനെ വന്ന് ശക്തിയായിട്ട് വന്ന് പതിക്കാതെ അതിനെ എന്തെങ്കിലും ഓലത്തുഞ്ചിരണി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചില്ലകളൊക്കെ വെച്ചിട്ടൊന്ന് മറച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ ആരോഗ്യത്തോടെ അങ്ങ് നിന്നോളും. അപ്പം പല തരത്തിലുള്ളതായ പയറുകളൊക്കെ ഉണ്ട്, അർക്കമംഗള, അതുപോലെ എത്ര ടൈപ്പ് കുറ്റി പയറുകളും അല്ലാത്ത പയറുമൊക്കെ ആയിട്ട് 10-20 ടൈപ്പുകൾ പയറുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ചെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് നടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് വെണ്ട എന്ന് പറയുന്നത്. വെണ്ടയൊക്കെ നമുക്ക് ഓണത്തിന് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതും പല ടൈപ്പിലുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ ടൈപ്പുകൾ നടാമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു വാരം കോരി നടുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തടവെടുത്ത് നടുകയെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം കിളിച്ച് വരാനായിട്ട് മഴവെള്ളമൊക്കെ വീഴുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മണ്ണ് കൂന കൂട്ടിയിട്ടൊക്കെ എല്ലാ വിത്തുകളും നടാനായിട്ട് ശ്രമിക്കുക. അപ്പം മഴക്കാലമൊക്കെയാണ്, നമ്മൾ ഇതെല്ലാം നടുമ്പോൾ നമ്മുടെ കയ്യിൽ ഇച്ചിരി സൂഡോമോണസ് വേണം, അതുപോലെ ബിവേറിയ വേണം, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ളതായ കൊച്ചു കൊച്ചു ഐറ്റങ്ങളും കൂടെ നമ്മൾ കരുതി വെച്ചേക്കണം. കാരണം പല പല അസുഖങ്ങളും നമ്മുടെ പച്ചക്കറി കൃഷികളെ ബാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു നോട്ടം അത്യാവശ്യമാണ്. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കീടനാശിനി അങ്ങ് തളിക്കാം, എല്ലാം അങ്ങ് നേരെയാവുമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. എന്നും നമ്മൾ ചെന്ന് നമ്മുടെ പച്ചക്കറികളെയൊക്കെ ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ പച്ചക്കറികളെയും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒന്ന് പോയി നിരീക്ഷിക്കാമെന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കുന്നതായ അസുഖങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തെ വെണ്ടക്കൃഷി ചെയ്യുമ്പോൾ ഇലചുരുട്ടി പുഴുക്കളുടെയൊക്കെ ശല്യം ഒരുപാട് ഉണ്ടാവാറുണ്ട്. അത് കാണുന്ന പാടെ തന്നെ നമ്മളതിനെ നശിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്ക് ബാധിക്കാതെ നമുക്ക് മുളയിലെ അതിനെ നുള്ളി കളയാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ചോളം കൃഷി കേട്ടോ. ചോളമൊക്കെ നമുക്ക് ഇപ്രാവശ്യം അങ്ങോട്ട് ഈ സമയത്ത് ജൂൺ മാസത്തിലൊക്കെ ഇങ്ങനെ വാരം കോരിയൊക്കെ നടാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നല്ല മഴവിൽ ചോളമൊക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർ അല്ലാത്ത ചോളവും ഒക്കെ കിട്ടും. നിങ്ങളുടെ അടുത്തൊക്കെ നഴ്സറി ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക, തൈകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വാങ്ങിച്ച് നടാനായിട്ട് ശ്രമിക്കുക. നല്ലതാണ് ചോളമൊക്കെ. നമുക്ക് ആവിയിൽ പുഴുങ്ങിയൊക്കെ കഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ നല്ലതാണ്.
ക്ഷമയും കൃഷിയോട് ഇച്ചിരി താല്പര്യമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാ പച്ചക്കറി കൃഷിയും ഈ സമയത്ത് ചെയ്യാം. കാരണം മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, നന്നായിട്ട് വളർന്നു വന്നോളും. അവരെ ഒന്ന് ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വഴുതന കൃഷിയാണ്. വഴുതന നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാം. നല്ല തഴച്ച് വളർന്ന് കയറി വരുന്ന സമയമാണ് ഇപ്പം. അപ്പം പഴയതുണ്ടെങ്കിലും നമുക്ക് പുഷ്ടിപ്പെടുത്തിയെടുക്കാം. അപ്പം അതിൻ്റെ പഴയ കുറച്ച് വഴുതനയാണ്, നമുക്കതൊന്ന് കാണാം. ഇപ്പം ഞാനിവിടെ നട്ടിരിക്കുന്ന പഴയ എൻ്റെ ഹരിത വഴുതനയാണ്. ഇപ്പം കുറേ പ്രാവശ്യം നമ്മൾ വിളവെടുത്തതാണ്. കുറേ പ്രാവശ്യത്തിനകത്ത് മണ്ണും വളമൊക്കെ കൊടുത്തിട്ട് വെട്ടിയടിപ്പിച്ചൊക്കെ നിർത്തി പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. ഇതിനകത്തുനിന്ന് എന്തോരം വഴുതനയെ വിളവെടുത്തെന്ന് അറിയാമോ? അപ്പം ഇതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുകയെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ പറമ്പൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഓലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ ആ ഓലക്കാലൊക്കെ ഇതിൻ്റെ മൂട്ടിൽ ഞാൻ കൊണ്ടുവന്ന് പുതയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു വളമാണ് കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം, ആ വളപ്രയോഗമൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മുടെ വഴുതന ഇപ്പോഴും അവിടെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഡെയിലി എനിക്ക് ഇതിനകത്തു നിന്നൊക്കെ വിളവെടുക്കാനും കിട്ടുന്നുണ്ട്. ഇങ്ങനെ പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇഷ്ടം പോലെ പൂക്കളാണ് വരുന്നത്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് നിർത്തിയിരുന്നതാണ്. വീണ്ടും ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് വീണ്ടും ഇങ്ങനെ നരച്ച് നിൽക്കുന്ന ഇലകളോ പഴുത്ത ഇലകളോ പിടിക്കാത്ത ഉണങ്ങി നിൽക്കുന്ന കമ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞ് കുറച്ചുകൂടെ വളമൊക്കെ കൊടുത്ത് മണ്ണൊക്കെ കയറ്റി നിർത്താമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ വഴുതനകളൊക്കെ നടാനും ഏറ്റവും നല്ല സമയമാണ്. വഴുതനയൊക്കെ എല്ലാവരും നടാനായിട്ട് ശ്രമിക്കും. അപ്പം പിന്നെ നമുക്കിനി ജൂൺ മാസത്തിൽ നടാൻ പറ്റിയ അടുത്ത പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ, പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പം പച്ചമുളക് അത്യാവശ്യം നമ്മൾ നട്ടുപിടിപ്പിക്കണം. ഒരു 5 മൂട് അല്ലെങ്കിൽ 10 മൂട് നട്ടെങ്കിൽ മാത്രമേ 5 മൂട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ നട്ടിരിക്കുന്നത് ഉജ്ജ്വല മുളകാണ്. ഇഷ്ടം പോലെ ആണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടോ. ഇത് ഇഷ്ടംപോലെ അങ്ങ് പിടിച്ചുവിടും. നമുക്ക് ഉണക്കി പൊടിക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എരിവും നല്ല നിറവും ഒക്കെ ഉള്ളൊരു മുളകാണ്. നമ്മുടെ കറിക്കകത്തൊക്കെ ഇടാനും ഇതിങ്ങനെ ഒക്കെ നല്ല മുളകാണ് കേട്ടോ. ഇതിങ്ങനെ മേലോട്ട് നോക്കി കുലകുലയായിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ചു വരുന്ന മുളകാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, എല്ലാം ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. ഇനി എല്ലാത്തിനെയും പറിച്ച് മാറ്റണം ഇനി. അതേപോലെ തന്നെ പുതിയ തൈകളൊക്കെ നമുക്ക് നടാവുന്നതാണ്. ഇതേപോലെ അങ്ങോട്ട് തഴച്ച് കയറി നമ്മുടെ മുളകൊക്കെ വരുമ്പം നല്ലതുപോലെ വളമൊക്കെ കൊടുത്ത് നിർത്താമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചമുളക് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പല വെറൈറ്റി മുളകുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി മുളകുകളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇത് മുല്ലമൊട്ട് എന്ന് പറയുന്നതായ മുളകാണ്. ഇത് 1, 2, 3 ഉണ്ടെങ്കിൽ കുറേ കാലം നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വിളവ് തരും. നല്ല എല്ലാ കറികൾക്കും ഇടാൻ പറ്റുന്ന ഒരു മുളകാണ് കേട്ടോ നമ്മുടെ ഈ മുല്ലമുട്ടെന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു 3-4 മൂട് ചട്ടിക്കകത്ത് നട്ടിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ തഴച്ച് നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സൂപ്പർ മീലോ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കോഴിവളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല തഴപ്പോടുകൂടി വളർന്നു വരും. അപ്പം എല്ലാവരും ഒരു 5 മൂട് മുളക് ഏതെങ്കിലും ടൈപ്പിൽ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കണേ. അടുത്തെന്ന് പറഞ്ഞാൽ കുമ്പളമാണ്. കുമ്പളം നമുക്ക് ഇപ്പം നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഓണത്തിനൊക്കെ നന്നായിട്ട് കുമ്പളങ്ങയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പടർത്തി വിടുന്നത് ഒരു മരത്തേലോട്ടോ എങ്ങാണെന്നുണ്ടെങ്കിൽ അത് മരത്തേലോട്ട് നമുക്ക് പറിക്കാവുന്ന രീതിയിലുള്ള മരത്തേൽ കയറ്റി വിടുകയെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ അവർ പടർന്നു കയറി വരികയും ഇഷ്ടം പോലെ നമുക്ക് അതിൽ നിന്ന് കുമ്പളങ്ങ പറിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നന്നായിട്ട് അടിവളമൊക്കെ കൊടുത്തിട്ട് വേണം കുമ്പളം നടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പറമ്പിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന അരികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കിടന്ന് കിളിച്ച് വരും. അത് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് അതിന് നന്നായിട്ട് വളമൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ചില സംഗതികളൊക്കെ അങ്ങനെയാണ്, നമ്മൾ പറമ്പിലോട്ട് വലിച്ചെറിഞ്ഞ് കളയുന്നതൊക്കെ അവിടെ കിടന്ന് നന്നായിട്ട് നമ്മൾ നടുന്നതിനേക്കാൾ നല്ലതുപോലെ കിളിച്ച് വരും. അപ്പം അങ്ങനെയും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇനി ഈ സമയത്ത് നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് തക്കാളി വഴുതന എന്ന് പറയുന്നത്. വഴുതന വർഗ്ഗത്തിൽപ്പെടുന്നതാണല്ലോ. അപ്പോൾ അതും നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് ഞാനിവിടെ ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ വളർത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ അത് അതിൻ്റെ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഹൈബ്രിഡും ഉണ്ട്. ഹൈബ്രിഡിനകത്താണെങ്കിൽ അതിൻ്റെ ഇലയ്ക്കകത്ത് മുള്ള് കാണും, നല്ല വലിപ്പവും കാണും ആ തക്കാളി വഴുതനയ്ക്ക്. നമ്മുടെ സാധാ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇലയ്ക്കകത്തൊന്നും മുള്ള് കാണത്തില്ല. നമുക്കിങ്ങനെ തൊട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഇലയൊക്കെ തോരനും വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതും നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റിയ സമയമാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ഡൗട്ടുണ്ട്, മഴക്കാലമായാൽ അഥവാ ജൂൺ മാസത്തിൽ നമുക്ക് ചീരകൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ജനുവരി മുതൽ ഇങ്ങോട്ട് ഒരു മെയ് മാസം വരെയാണ് ചീരകൃഷിക്ക് പറ്റിയത്. എങ്കിലും നമുക്ക് അത്തരം ചീരകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും പച്ചച്ചീര നമുക്ക് നട്ടുപിടിപ്പിക്കാം. അതുപോലെ പലതരത്തിലുള്ള വള്ളിച്ചീരകളുണ്ട്. ഇതുണ്ടോ വള്ളിച്ചീര നിൽക്കുന്നുണ്ട്, തണ്ട് നല്ല റെഡ് കളറും
ഇല നല്ല ഗ്രീൻ കളറുമായിട്ട് ഇത് നല്ലതാണ്. രക്തശുദ്ധീകരണത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ വള്ളിച്ചീര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊന്നാരി വീരന്, അതുപോലെ പൊന്നാങ്കണ്ണി ചീര, ഇതെല്ലാം നല്ലതാണ്. ഇതൊക്കെ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ഇലകളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതും നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഇപ്പം പൊന്നാങ്കണ്ണി ചീരയൊക്കെ ആണെങ്കിൽ അതിൻ്റെ തണ്ടുകളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അപ്പം തന്നെ ഈ മഴപ്പരുവത്തിനങ്ങ് കിളിച്ച് വന്നോളും. അപ്പോൾ ഇതാണ് പൊന്നാരി വീരൻ അല്ലെങ്കിൽ തകരച്ചീര. ഞങ്ങളിവിടെ പറയുന്നത് തകരച്ചീര എന്നാണ്, കൂടുതൽ പേരും പൊന്നാരി വീരൻ എന്നാണ് പറയുന്നത്. ഇപ്പം ഇത് ഉണക്കത്ത് കുറേ അങ്ങ് പോയി നിന്നായിരുന്നു. മഴ പെയ്തപ്പോഴത്തേക്ക് നല്ലതുപോലെ തളർത്ത് കയറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിളാണ്. ആവശ്യമുള്ളവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നടാൻ കേട്ടോ. 1-2 വിത്തുകളുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പറമ്പിലങ്ങ് ഇഷ്ടം പോലെ അങ്ങ് ആയിക്കോളും. ഇതിപ്പം എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നത് നമ്മുടെ പൊന്നാങ്കണ്ണി പാടമാണ് കേട്ടോ. ഇതിങ്ങനെ നിരന്ന് പരന്നിങ്ങനെ കിടക്കുക. ചൂട് സമയം വന്നപ്പോൾ ഇച്ചിരിയൊക്കെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ തോരൻ വയ്ക്കാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. അത് എപ്പോഴും നമുക്ക് 365 ദിവസവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്ര മറ്റുള്ള ചീരയുടെ കൂട്ട് സീസണൊന്നും നോക്കണ്ട കേട്ടോ. മഴക്കാലമൊന്നോ ചൂടുകാലമൊന്നുമില്ല. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് എവിടെയെങ്കിലും കൊണ്ട് നട്ടാൽ നമുക്കത് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഡെയിലി ഇതിൻ്റെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര നല്ല ആരോഗ്യത്തിന് നല്ല ഒരു ഇലയാണ് കേട്ടോ ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പടർന്നു കയറിപ്പോകുന്നതായ പീച്ചിങ്ങ, അതുപോലെ പടവലം, ചുരയ്ക്ക, ഇതൊക്കെ നമുക്ക് നടാവുന്നതാണ്. അതിനെയൊക്കെ നമ്മൾ നല്ല കെയർ കൊടുത്ത് വളർത്താനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് കായ്ച്ചകളുടെയൊക്കെ ശല്യം കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ പയറിനകത്ത് ചാഴിയുടെ ശല്യം കൂടാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം കൃഷികളൊക്കെ ഇത്രയൊക്കെയാണ്. ഇനി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. വെള്ളരിയൊക്കെ കൃഷി ചെയ്യാം, മത്തൻ കൃഷി ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. സ്ഥലവും സൗകര്യവും ക്ഷമയും ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കൃഷി ചെയ്യാവുന്നതാണ്. എന്നാലും നിങ്ങൾ അത്യാവശ്യം വേണ്ടതായ 10 പച്ചക്കറികളും നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകൾ ഗ്രോ ബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാത്തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വാങ്ങിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.